എടോ, നമുക്ക് ഈ പണം 5 മണിക്ക് മുമ്പ് റാവുത്തറിഞ്ഞിന്റെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിനോടുന്ന വണ്ടികൾക്കൊന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഞാനും പഠിച്ചു. ഇത്ര ഈസിയാണ്. എന്താ ഭയ്യ? ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി വരും. കൂടെ പോയിരിക്കുന്നത് ഗംഗാധരൻ കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്. അവൻ എന്തെങ്കിലും അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട. അവൻ ചതിക്കും. ചതിയനവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നത്. വേഗം എന്തെങ്കിലും ചെയ്യണം. അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2-3 മാസമായി കാണും. ഇവിടുന്ന് പോയതിനു ശേഷം മനീന്ദർ സിംഗ് ഫോൺ ചെയ്യോ മറ്റോ? ഇല്ല. തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി. ഇതുവരെ ഒരു വിവരവും ഇല്ല. സാർ, സ്റ്റേഷനിൽ നിന്നോ? ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി. എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നുമില്ല. മോളിങ്ങനെ വിഷമിക്കാതെ. ചാച്ചാജി എന്താ ഉണ്ടായെന്ന് പറയും. ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവൻ ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവൻ കൊണ്ട് വന്നില്ലേ? എന്താ എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അത് കാണാതായപ്പോ ഞങ്ങള് വിചാരിച്ചു കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീ വെക്കും മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല. ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യമില്ലേ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതൊരു 2ാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല.
ഇതെന്തൊരു കണക്കാണ്? ഉം. നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ്ണ പണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ. ഇനി പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവൂ. ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില്ല. 31 ലക്ഷം രൂപ. 30 നമ്മുടെ മുടക്ക് മുതൽ, ഉം. 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാണ്? 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ ചെന്ന ചെലവ് 1 ലക്ഷം രൂപ. അതിനെന്തിനാണ് 1 ലക്ഷം രൂപ? അങ്ങനെ എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെയാ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദ്ര പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത്. അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമാ നഷ്ടം വന്നത്? 31. ആർക്ക് നഷ്ടം? ആദ്യം തന്നെ തുക്കട ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ, അതിന്റെ മുന്നോടിയായി അത് കൊള്ളാം. ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാമെന്ന്. കൊള്ളാം. സിക്കന്ദ്രിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. ആ ദേ, നാളെ 7:30 മണിക്ക് ഉദ്ഘാടനമെന്നാ പറഞ്ഞത്. പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവള് കൊടുത്തോളും. മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും. കൊള്ളാം. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇടി വെച്ചിരും ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിളല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ? മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചു പോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണീന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്കെങ്ങാനും കണ്ടുകഴിഞ്ഞാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ? ഞാൻ തന്നെ പോവാം. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം.